മഴ ശക്തി പ്രാപിക്കുകയും ക്യാമ്പുകൾ തുറക്കേണ്ടി വരികയും ചെയ്താൽ അതിനായുള്ള മുൻകരുതൽ നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളതായി അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. നിലവിൽ പഞ്ചായത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. മഴ മൂലം ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കണമെന്നും അനസ് ഇബ്രാഹിം പറഞ്ഞു. മഴ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ അടിമാലി മേഖലയിലും കഴിഞ്ഞ ഏതാനും ദിവസമായി ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ചിലയിടങ്ങളിൽ കൃഷിനാശവും ദേശീയപാത 85ന്റെ വിവിധയിടങ്ങളിൽ നേരിയ മണ്ണിടിച്ചിലും അടിക്കടി മരം വീഴ്ചയും ഉണ്ടാകുന്നുണ്ട്. മറ്റനിഷ്ട സംഭവങ്ങൾ പഞ്ചായത്ത് പരിധിയിൽ ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മഴ കനത്താൽ സ്വീകരിക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ളതായി അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അറിയിച്ചത്. മഴ ശക്തി പ്രാപിക്കുകയും ക്യാമ്പുകൾ തുറക്കേണ്ടി വരികയും ചെയ്താൽ അതിനായുള്ള മുൻകരുതൽ നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളതായി അനസ് ഇബ്രാഹിം പറഞ്ഞു. കാലവർഷം കനത്തു വരുന്ന സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനമായിട്ടാണ് ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തി വരുന്നത്. വിവിധ വകുപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ മൂലം നമുക്ക് എല്ലാ ഇടങ്ങളിലും ഇടപെടൽ സാധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും താമസിക്കുന്നതിനോ മറ്റും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതായത് വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടോ അല്ലെങ്കിൽ RRT അംഗങ്ങളുമായിട്ടോ ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും എന്തെങ്കിലും റിസ്ക് എലമെൻ്റ് ഉണ്ടെങ്കിൽ അവിടെ താമസിക്കാൻ പാടില്ല. മാറ്റി താമസിക്കാനുള്ള സാഹചര്യം സൗകര്യം ഗ്രാമപഞ്ചായത്ത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അടിസ്ഥാന സൗകര്യം ഉണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ അവർക്ക് കൂടി അറിയിക്കണമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് എന്നുകൂടി അറിയിക്കുന്നു. നിലവിൽ പഞ്ചായത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മഴ മൂലം ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കണമെന്നും അനസ് ഇബ്രാഹിം വ്യക്തമാക്കി. മഴ ശക്തി പ്രാപിച്ചതോടെ അടിമാലി പഞ്ചായത്ത് പരിധിയിൽ വിവിധയിടങ്ങളിൽ ഉണ്ടായിട്ടുള്ള വൈദ്യുതി മുടക്കം കുടുംബങ്ങളെ വലച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.